കൈയടിക്കേണ്ട നിലപാടാണ്, വിപ്ലവകരമായ ഉറച്ച നട്ടലുള്ള നിലപാടാണ് ഈ വനിതാ നേതാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിണറായിക്കോ സതീശനോ ഇത്രയും വർഷങ്ങളായിട്ട് പറയാൻ പറ്റാത്ത കാര്യം. സെനാരിയുള്ള ഒരു വലിയ പ്രശ്നം നമ്മളെ മെൻ ഇൻവിസിബിൾ ആണ്. പുരുഷന് ഈ പറയുന്ന പോലത്തെ ഒരു വ്യാജ പരാതി വന്നാൽ, അല്ലെങ്കിൽ പുരുഷനെതിരെ ഉണ്ടാകുന്ന സ്ത്രീകളുടെ അതിക്രമങ്ങൾ ഉണ്ടായാൽ അതിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ആത്യന്തികമായിട്ട് മെൻസ് കമ്മീഷൻ ഉദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷൻ അല്ല, ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സിറ്റിസൺ ഒരു സ്പേസ് ഉണ്ടാവുകയാണ്, ഒരു വോയിസ് ഉണ്ടാവുകയാണ്. ആ ഇൻവിസിബിലിറ്റി മാറി ഞങ്ങൾ വിസിബിൾ ആണ് എന്ന് പറയാൻ പുരുഷന്മാർക്ക് സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഭാര്യ സ്ത്രീയോട് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് മാനസികമായിട്ടുള്ള അവസ്ഥ, എങ്ങനെയുണ്ട്, ഹസ്ബൻഡ് അബ്യൂസീവ് ആണോ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കും. അതേസമയം നമ്മുടെ നാട്ടിലാണ് ആ ചോദ്യമെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് പുരുഷന്റെ പേരിൽ കേസ് എടുക്കുകയാണ്. അതേസമയം അവിടെ എങ്ങനെയാണ്, ഹസ്ബൻഡിനെ വിളിക്കും. ഇവിടെ എസ് ആണെങ്കിലും നോ ആണെങ്കിലും ഹസ്ബൻഡോട് ചോദിക്കും, എങ്ങനെയുണ്ട് ജീവിതം, സുഖമായിട്ട് പോകുന്നുണ്ടോ, ഭാര്യയുടെ ഭാഗത്ത് ബുദ്ധിമുട്ടുകളുണ്ടോ, മാനസികമായി ടോർച്ചർ ചെയ്യുന്നുണ്ടോ, ഹൗ ഇസ് യുവർ മെന്റൽ സ്റ്റേറ്റ്, ഹൗ ഇസ് യുവർ ഫാമിലി ലൈഫ് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഒരു നാട് മെൻ ആണോ വിമൻ ആണോ എന്നുള്ളതല്ല, സിറ്റിസൺ. ആ സിറ്റിസണിലേക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് നമ്മൾ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നാട്ടിൽ അത് ഉറപ്പായിട്ടും. അപ്പൊ ഇത്രയും വർഷം നിയമനിർമ്മാണ സഭയിലൊക്കെ ഇരുന്ന ഈ പിണറായിക്കോ സതീശനോ ഇല്ലാത്ത തിരിച്ചറിവാണിത്. അപ്പോൾ ഇത് ഉറക്കെ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഈ വനിതാ നേതാവ് ഭാവിയിലെ വാഗ്ദാനം തന്നെയാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ.